കൊണ്ടുപോകും? ഇല്ല. അങ്ങനെയാണെങ്കിൽ നമ്മളൊക്കെ ഇപ്പൊ എവിടെ കിടന്ന, പലരും എവിടെ കിടന്ന? ഹല്ലേലൂയ. ദേഷ്യപ്പെട്ടു എന്ന് വിചാരിച്ച്, കോപിച്ചു എന്ന് വിചാരിച്ച് ജയിലിലടക്കാനായിരുന്നെങ്കിൽ ഇവിടെ എത്ര പേരുണ്ടാവും ബാക്കി? അല്ലേ? കോപിക്കുന്നു. അപ്പോൾ അത് കോപിക്കുക എന്ന് പറയുന്നത് പ്രിയപ്പെട്ടവരെ 5-ാം പ്രമാണത്തിന്റെ ലംഘനമാണ്. ഈശോയിലാണെങ്കിൽ നിനക്കതിന് അവകാശമില്ല. എന്താണ് 5-ാം പ്രമാണം? കൊല്ലരുത്. ഈശോ പറഞ്ഞു, കോപിക്കുന്നവർ കൊലപാതകിയാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ട് കൊല്ലരുത് എന്ന്. ഞാൻ നിങ്ങളോട് പറയുന്നു, സഹോദരനോട് കോപിക്കരുത്. പക്ഷെ നമുക്കറിയാം നമുക്ക് എന്തിനുള്ള അവകാശമുണ്ട്? കോപിക്കാനുള്ള അവകാശമുണ്ട്. പക്ഷേ അവകാശം, നീ എന്തിനാണ് ഇങ്ങനെ ചൂടാവുന്നത്? അതെന്റെ ഇഷ്ടം. നീ എന്തിനാണ് ഇങ്ങനെ തെറി പറയുന്നത്? അതെന്റെ ഇഷ്ടം, അതെന്റെ നിയമം. അപ്പോൾ ഇതാണ് അച്ഛൻ പറഞ്ഞത്, സ്വന്തം ഇഷ്ടങ്ങളും സ്വന്തം നിയമങ്ങളും അനുസരിച്ച് ജീവിക്കാനുള്ള അവകാശം ഉപേക്ഷിക്കുക. നമുക്കൊരു വചനം വായിക്കാം. ജെറമിയായുടെ പുസ്തകം 17-ാം അധ്യായം 9-ാമത്തെ തിരുവചനം. ജെറമിയ 17:9 വായിക്കാം. ഹൃദയം മറ്റെന്തിനേക്കാളും കാപഢ്യമുള്ളതാണ്, ശോചനീയമാം വിധം ദുഷിച്ചതുമാണ്. അതിനെ ആർക്കാണ് മനസ്സിലാക്കാൻ കഴിയുക? വലതുകരം ഉയർത്തി വീശിക്കൊണ്ട് പറയാം, ഹൃദയം മറ്റെന്തിനേക്കാളും കാപഢ്യമുള്ളതാണ്, ശോചനീയമാം വിധം ദുഷിച്ചതുമാണ്. അതിനെ ആർക്കാണ് മനസ്സിലാക്കാൻ കഴിയുക? പ്രിയപ്പെട്ടവരെ, നമ്മുടെ നേരത്തെ പറഞ്ഞ, തൊട്ട് മുമ്പ് പറഞ്ഞ കുറെ ഇഷ്ടങ്ങൾ പറഞ്ഞില്ലേ അച്ഛൻ? ഇല്ലേ? അച്ഛൻ ചോദിച്ചു ഒരു മകനോട്, നീ എന്തിനാടാ നിന്റെ പാരന്റ്സിനോട് ഇങ്ങനെ മോശമായിട്ട് ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നത്? ഇങ്ങനെ മാതാപിതാക്കളല്ലേ, അവർക്ക് എന്തെങ്കിലും തെറ്റുകളോ കുറ്റങ്ങളോ ഒക്കെ ഉണ്ടാവട്ടെ, കുറ്റങ്ങൾ ഉണ്ടായിട്ടാണോ എന്തെങ്കിലും ആവട്ടെ, നീ മാതാപിതാക്കളോട് ഇങ്ങനെ, നിന്റെ അമ്മനോട് നീ ഇങ്ങനെ ഈ കലിപ്പിച്ച് സംസാരിക്കുന്ന എന്തിന്? സമാധാനത്തിൽ വർത്താനം പറ. അപ്പൊ അവൻ പറയാണ്, അതെന്റെ ഒരു രീതിയാണ്. എന്താണ്? അതെന്റെ ഒരു രീതിയാണ്. നിന്റെ ഈ രീതി യേശുവിനെ പ്രതി ഉപേക്ഷിക്കാനാണ് 4-ാം പ്രമാണമുള്ളത്. എന്താണ്? മാതാപിതാക്കളെ ബഹുമാനിക്കുക. അപ്പൊ നിന്റെ രീതിയും നിന്റെ ഇഷ്ടവും കർത്താവിന്റെ കൽപ്പനകളും തമ്മിൽ ചേർന്ന് പോകുന്നില്ല. നിന്റെ രീതി എവിടെ നിന്നാണ് വന്നത്? നിന്റെ ഹൃദയത്തിൽ നിന്ന് നിന്റെ രീതി വന്നു. നിന്റെ ഹൃദയം എന്താണെന്നാണ് പറഞ്ഞത്? ശോചനീയമാം വിധം ദുഷിച്ചതാണ്. ഉച്ചത്തിൽ വിളിച്ച്